അപ്പോൾ വിദ്യാർത്ഥികൾക്കായിട്ട് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ ഒരു ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് മത്സരം നടക്കുന്നത് ജൂൺ 8-ാം തീയതി ഞായറാഴ്ച രാത്രി 7 മണിക്ക് ആയിരിക്കും. കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്ക് വഴി ക്വിസ് മത്സരത്തിൽ പ്രവേശിക്കാവുന്നതാണ്. പക്ഷേ ലിങ്ക് ഓപ്പൺ ആവുന്നത് ഈ പറഞ്ഞ ജൂൺ 8-ാം തീയതി രാത്രി കൃത്യം 7 മണിക്ക് ആയിരിക്കും. 15 ചോദ്യങ്ങളായിരിക്കും ക്വിസ് മത്സരത്തിന് ഉണ്ടാവുക. 15 മാർക്കുമായിരിക്കും. ഏറ്റവും വേഗത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം അറിയിക്കാൻ ശ്രദ്ധിക്കുക. വിജയികൾക്ക് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളോ ക്യാഷ് പ്രൈസോ ഉണ്ടായിരിക്കുന്നതാണ്. ടെക്സ് ആൻഡ് ക്വിസ് 2025 അപ്ലോഡ് ചെയ്യുന്ന പരിസ്ഥിതി ദിന ക്വിസ് വീഡിയോയിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും മത്സരത്തിന് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നന്നായിട്ട് പഠിക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഇത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നന്നായിട്ട് കണ്ട് മത്സരത്തിൽ പങ്കെടുക്കാം. 11-ാം തീയതി വിജയികളെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പങ്കെടുത്ത് പവർ കാണിക്കാൻ കൂടി ശ്രദ്ധിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 1500 ലൈക്കാണ്. എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി ടെക്സ് ആൻഡ് ക്വിസ് എന്ന് ടൈപ്പ് ചെയ്ത് റെഡ് ഹാർട്ടോട് കൂടിയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ അറിയിക്കുകയാണ്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. പരിസ്ഥിതി കോടതികൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ഇന്ത്യൻ നിയമജ്ഞൻ ആരാണ്? ഉത്തരം ജസ്റ്റിസ് PN ഭഗവതി. വന വിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ഉത്തരം മെയ് 22-ന്. ഓസോൺ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. ജൈവ വൈവിധ്യ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം AB വാജ്പേയി. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 1-ന്. ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടമായ കനോലി പ്ലോട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ. ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനങ്ങൾ എവിടെയാണ്? ഉത്തരം ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗിർ വനങ്ങൾ. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വങ്കാരി മാതായി. ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം എവിടെയാണ്? ഉത്തരം ആന്ധ്രാപ്രദേശിൽ. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കറുടെ നേതൃത്വത്തിൽ 1989 രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ്? ഉത്തരം നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൗൺ ഏത്? ഉത്തരം പാനിപ്പത്ത്. വന്യജീവി സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആരാണ്? ഉത്തരം അശോക ചക്രവർത്തി. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഹ്യൂമൻ ഇക്കോളജി. വൃക്ഷങ്ങൾ, സസ്യലതാദികൾ എന്നിവയുടെ സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ലോബയാൻ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ചമോലി ജില്ല ഏത് സംസ്ഥാനത്താണ്? ഉത്തരം
ഉത്തരാഖണ്ഡ്. ചിൽക്ക തടാകത്തിൽ ചെമ്മീൻ കൃഷിക്കെതിരെ 1992 ചിൽക്ക പ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെയാണ്? ഉത്തരം ഒഡീഷയിൽ. റംസാൻ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്. ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് സംയുക്ത മേൽനോട്ടം വഹിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം മാനസ് ദേശീയോദ്യാനം, അസം. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം ചേർന്നു നിൽക്കുക. റുഡ്യാർഡ് ക്ലിപ്പിംഗിന്റെ വിഖ്യാത രചനയായ ജംഗിൾ ബുക്കിന് പശ്ചാത്തലമായ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന കൻഹ ദേശീയോദ്യാനം. രംഗനത്തിട്ടു പക്ഷി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കർണാടകയിൽ. അന്താരാഷ്ട്ര ജന്തുദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 4. പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര എന്താണ്? ഉത്തരം ഇക്കോ മാർക്ക്. സ്വീഡന്റെ തലസ്ഥാന നഗരിയിൽ 1972 ജൂൺ 5 ആരംഭിച്ച പാരിസ്ഥിതിക സമ്മേളനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സ്റ്റോക്ക് ഹോം സമ്മേളനം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏതാണ്? ഉത്തരം റെഡ് ഡാറ്റ ബുക്ക്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മലയിൽ. കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രം എവിടെ? ഉത്തരം എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സങ്കേതം. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്: 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1500 ലൈക്കാണ്. എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.